ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം Prepwise. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ടു Prepwise. Prepwiseലേക്ക് ഏവർക്കും സ്വാഗതം. ടാർഗറ്റ് CUET 2024 ഭാഗമായിട്ട് 2023 CUET UGയിൽ ജനറൽ ടെസ്റ്റിൽ ചോദിച്ചിട്ടുള്ള ജനറൽ നോളജ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. ഇതിലൂടെ എന്തൊക്കെ തരം ചോദ്യങ്ങളാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് CUET UG 2024ലേക്ക് പോകുമ്പോൾ. ഞാൻ ഒരുവിധം എല്ലാ കുട്ടികളും എഴുതുന്നൊരു പരീക്ഷ കൂടിയാണ് ജനറൽ ടെസ്റ്റ്. അതുകൊണ്ട് ബിക്കോസ് മറ്റൊന്നും കൊണ്ടല്ല, ഏകദേശം ഒരു 60-70% കോഴ്സുകളിലേക്ക് നിങ്ങൾ ജനറൽ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി എലിജിബിൾ ആവുന്നുള്ളതാണ് ഓട്ടോമാറ്റിക്കലി. സോ അതുകൊണ്ട് ഇഫ് നിങ്ങൾ വിചാരിച്ച കോഴ്സ് വർക്ക്ഔട്ട് ആയിട്ടില്ല എന്നിരിക്കട്ടെ, അൺഫോർച്ചുനേറ്റ്ലി എന്തെങ്കിലും കാരണങ്ങളാൽ നിങ്ങൾ ജനറൽ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ബേസിസിൽ പല കോളേജുകളിലേക്കും ഒരുപാട് കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ജനറൽ ടെസ്റ്റ് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതാനാണ് ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത്. മാക്സിമം ട്രൈ ചെയ്യുക. എഴുതാൻ പറ്റുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. നിങ്ങളുടെ ഓപ്ഷൻസ് കൂടുതലാണ്, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒരുപാട് കൂടും, അതിൽ യാതൊരു സംശയമല്ല. ഓക്കെ, സോ ഇത്രയുമാണ് ഇതിന്റെ ഒരു ഇൻട്രോ രീതിയിൽ എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ പുതിയൊരു സെഷനിലേക്ക് കടക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. സെഷൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യ ചോദ്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഈസി ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ GK എല്ലാം പഠിക്കും എന്തായാലും. ഫസ്റ്റ് എന്നുള്ളത് രാജ്യത്തെ ഫസ്റ്റ് ഇൻഡിപെൻഡൻസിന് ശേഷം നടന്ന എല്ലാ ആദ്യ കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ചോദ്യം. SR ദാസ് ആണോ, NV രമണയാണോ, ഹരിലാൽ ജെ കാനി ആണോ, പതഞ്ജലി ശാസ്ത്രി ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ? ഇവിടെ ആദ്യത്തെയാണ് ചോദിച്ചിരിക്കുന്നത്. NV രമണയൊക്കെ റീസെന്റ് ആയതാണ്. ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഹരിലാൽ ജെ കാനി ആണ്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അത് GKയുടെ ഭാഗം തന്നെയാണത്. ഓക്കെ, GKയുടെ ഭാഗമാണ്. ഈ ചേരുംപടി ചേർക്കാനാണ് നമ്മുടെ പ്രധാനമന്ത്രിമാരാണ് ഒരു സൈഡിൽ, അവരുടെ ടെന്യൂർ ആണ് അടുത്ത സൈഡിൽ. ലാൽ ബഹദൂർ ശാസ്ത്രി, രാജീവ് ഗാന്ധി, അടൽ ബിഹാരി വാജ്പേയി, PV നരസിംഹറാവു. 4 പ്രൈം മിനിസ്റ്റേഴ്സ്. അവരുടെ പീരീഡ് പറ കൊടുത്തിട്ടുണ്ട്. 1984 to 1989, 1991 to 1996, 1964 to 1966, 1998 to 2004. ഇതും കുറച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ആൻസർ ചെയ്യാൻ സാധിക്കും. ഇതിൽ ഏറ്റവും വലിയൊരു ക്ലൂ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുക പ്രൈവറ്റൈസേഷൻ, അതുപോലെ ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ. LPG നമ്മൾ ഇനാക്ട് ചെയ്യുമ്പോൾ ആരായിരുന്നു നമ്മുടെ PM എന്നുള്ളത് നമ്മൾ ഇപ്പോഴും എക്കണോമിക്സിലൊക്കെ എടുത്തു പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന PV നരസിംഹറാവു. ഓക്കെ, അദ്ദേഹമായിരുന്നു LPG വന്നപ്പം ആസ് ഇൻ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ നടത്തിയപ്പോൾ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ. സോ അതേതാണ് വർഷം എന്നുള്ളത് അറിയാമെങ്കിൽ ഇത് വളരെ ഈസി ആയി മാറും. അത് 1991 ആണ്. സോ D2 എന്നുള്ളത് ഇവിടെ ഗിവൺ ആണ്. ഇനി എത്ര D2 ഉണ്ട് നോക്കാം. വളരെ സിമ്പിൾ ആണ്. D1 ആണ്, D4 ആണ്, വീണ്ടും D1 ആണ്. ഹെൻസ് ഒറ്റ കറക്റ്റ് ആൻസറേ ഉള്ളൂ, വിച്ച് ഈസ് ഓപ്ഷൻ 2 A3. ലാൽ ബഹദൂർ ശാസ്ത്രി 1964, അതായത് ജവഹർലാൽ നെഹ്റു മരിച്ച് ഒരു 2-3 വർഷക്കാലമാണ് അദ്ദേഹത്തിന് ഭരിക്കാൻ കിട്ടിയത്. B1 രാജീവ് ഗാന്ധി 1984 to 1989. അദ്ദേഹത്തെ അസാസിനേറ്റ് ചെയ്യുന്നവരെ അദ്ദേഹം തന്നെയായിരുന്നു പ്രൈം മിനിസ്റ്റർ. നെക്സ്റ്റ് C4 അടൽ ബിഹാരി വാജ്പേയി ആണ് റീസെന്റ് ആയിട്ട് ഈ കൂട്ടത്തിൽ 1998 to 2004. പിന്നെ D2 നരസിംഹറാവു 1991 to 1996. സോ ഇവിടെ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇത് എവിടെ നിന്നുള്ള ചോദ്യമാണ്? ഇതും GKയുടെ ഭാഗമായിട്ട് തന്നെ ഇതിനെ കണക്കാക്കാം. അതുപോലെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ, പ്രസിഡന്റ്സ് ഓഫ് ഇന്ത്യ എന്നൊക്കെയുള്ള സിമ്പിൾ ലിസ്റ്റുകൾ കിട്ടും. അത് നോക്കിയാലും നന്നായിരിക്കും. ദ പ്രൊവിഷൻ ഫോർ ദി ആന്റി ഡിഫെക്ഷൻ ലോ ഇസ് ഗിവൺ അണ്ടർ വിച്ച് ഷെഡ്യൂൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ ഈ എലക്ട് ചെയ്യപ്പെടുന്ന നേതാക്കള് പാർട്ടി മാറുന്ന കണ്ടിട്ടുണ്ടല്ലേ? പാർട്ടി മാറുകയാണ്, അവര് ആ കിട്ടിയ സ്ഥാനം കളഞ്ഞിട്ടാണ് പിന്നീട് അവിടെ ബൈ ഇലക്ഷൻ വരികയും അതിലൂടെ പിന്നെ പുതിയ നേതാവിനെ അല്ലെ പുതിയ MLA എല്ലാം നമ്മൾ കണ്ടെത്തുകയുമാണ് ചെയ്യുക. അതാണ് അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനലി നമ്മൾ ചെയ്തു വരുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെയാണ് ഈ ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മൾ ഒരു പാർട്ടിക്ക് വേണ്ടി നിന്നിട്ട് നമ്മൾ അധികാരത്തിലേറിയ ശേഷം മറ്റൊരു പാർട്ടിയുടെ ആളാവുകയാണെങ്കിൽ അതിന് ആന്റി ഡിഫെക്ഷൻ ലോ ബാധകമാണ്. അതിൻ്റെതായുള്ള കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതൊക്കെ കൊടുത്തിരിക്കുന്ന സ്കെഡ്യൂൾ ഏതാണെന്നുള്ളതാണ് ചോദ്യം. 8 പാരഗ്രാഫ് ഉണ്ട് എന്നാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ 8 പാരഗ്രാഫുകളിലായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? അങ്ങനെ ഒരാൾ പാർട്ടി മാറുകയാണെങ്കിൽ, അധികാരത്തിൽ എത്തിയിട്ട് പാർട്ടി മാറുകയാണെങ്കിൽ ചെയ്യേണ്ടുന്ന പ്രൊസീജിയറുകളെ പറ്റിയൊക്കെ തന്നെ കൃത്യമായിട്ട് പറയുന്ന, ആ ഒരു നിയമത്തെ പറ്റി കൃത്യമായി മെൻഷൻ ചെയ്യുന്ന
സ്കെഡ്യൂൾ ഏതാണ്? അപ്പൊ ഇതിനായിട്ടുണ്ടാക്കിയ സ്കെഡ്യൂൾ എന്ന് പറയാം 10th സ്കെഡ്യൂൾ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇതൊക്കെ നോക്കി വെക്കുക, ഏതൊരു പരീക്ഷയ്ക്കും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടത് ഇത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡാഷ് ഈസ് ദി ഫേമസ് ഫോക്ക് ഡാൻസ് ഇൻ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ ഫേമസ് ഫോക്ക് ഡാൻസ്. അപ്പൊ ഇത് ആക്ച്വലി CUET PGക്കും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആർട്ട് ഫോംസ് വ്യത്യസ്ത സ്റ്റേറ്റ്സിലെ, ഇത് നമ്മളുടെ പ്രൊപ്പോയ്സിലെ ക്ലാസ്സുകളൊക്കെ തന്നെ നമ്മൾ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. ഓരോരോ സംസ്ഥാനങ്ങളിൽ അവരുടെ ഫോക്ക് ഡാൻസ് ഉണ്ടാവും, അല്ലാതെയുള്ള ആർട്ട് ഫോംസ് ഉണ്ടാവും. അതെല്ലാം തന്നെ അറിഞ്ഞിരിക്കുന്നത് പരീക്ഷയെ സംബന്ധിച്ച് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കത്തി, ലാവണി, ജാത്ര, ഗർഭ, ഇത് ഏതാണ് മഹാരാഷ്ട്രയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഡാൻസ് എന്നുള്ളതാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ലാവണിയാണ്. ഗർഭ എന്ന് പറയുന്നത് ഗുജറാത്തിലെ പ്രധാനപ്പെട്ട ഒരു ഡാൻസ് ആണ്. ജത്ര എന്ന് പറയുന്നത് ബംഗാളിലാണ് ഒറിജിൻ, 15th സെഞ്ചുറി. പക്ഷേ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് ഒഡീഷയിലും അതുപോലെ തന്നെ ബീഹാറിലുമാണ്. ഓക്കെ, ഇനി കത്തി എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ വലിയ ആഘോഷമാണ്. സോ ഇതെല്ലാം അറിഞ്ഞിരിക്കുക, എക്സാമിന് എന്തായാലും നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ 2 ലാവണിയാണ്, മഹാരാഷ്ട്രയിലെ ഫേമസ് ഫോക്ക് ഡാൻസ്. പാക് സ്ട്രേറ്റ് സെപ്പറേറ്റ്സ് വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺട്രി ഫ്രം ഇന്ത്യ. വളരെ നല്ലൊരു ചോദ്യമാണ്. പാക് സ്ട്രേറ്റ്, കടലിടുക്ക് എന്ന് പറയും അല്ലെ. പാക് കടലിടുക്ക് ഏതൊക്കെ രാജ്യങ്ങളെയാണ് വിഭജിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളെയാണ് അതൊരു സെപ്പറേഷൻ ആയിട്ട് നമുക്ക് LOC എല്ലാം തന്നെ പോലെ, അല്ലെങ്കിൽ റാഡ്ക്ലിഫ് ലൈൻ എല്ലാം തന്നെ പോലെ ഉള്ള ഒരു കാര്യമാണ് പാക് സ്ട്രേറ്റ് എന്നുള്ളത്. പാകിസ്ഥാൻ ആണോ, ബംഗ്ലാദേശ് ആണോ, ശ്രീലങ്ക ആണോ, മ്യാൻമർ ആണോ? അതിനി മൾട്ടിപ്പിൾ കൺട്രീസ് ഉണ്ടോ എന്നുള്ളതും താഴെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. B and C എന്നാണ് പറയുന്നത്. ബംഗ്ലാദേശിനെയും ശ്രീലങ്കയും വേർതിരിക്കുന്നത് ഇന്നതാണോ എന്നുള്ള ഒരു രീതിയിലല്ല, അങ്ങനെ ആണെന്നുള്ള രീതിയിൽ ഒരു ഓപ്ഷനും കാണാൻ പറ്റും. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? നിങ്ങൾക്ക് മാപ്പ് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇന്ത്യ കന്യാകുമാരി എല്ലാം കഴിഞ്ഞിട്ട് ശ്രീലങ്ക തുടങ്ങുന്നതിനിടയിലായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു ലൈൻ പോലെ ഒരു കാര്യം കാണാം. അതിനെയാണ് ഇവർ ഈ പാക് സ്ട്രേറ്റ് എന്ന് മെൻഷൻ ചെയ്യുന്നത്. വിച്ച് മീൻസ് ഇന്ത്യയും ശ്രീലങ്കയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാക് സ്ട്രേറ്റ് അല്ലെ പാക് കടലിടുക്ക്. സോ ഇവിടെ കറക്റ്റ് ആൻസർ C ഓൺലി, ഓപ്ഷൻ 3 ആണ്. ഇനി ചേരുംപടി ചേർക്കാനാണ്. ഇത് നമ്മുടെ വ്യത്യസ്ത ഓർഗനൈസേഷൻസും അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സുമാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ റെയർ എർത്ത്സ് ലിമിറ്റഡ്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇവിടെ നമുക്ക് 2 കേരളത്തിലെ ഡിസ്ട്രിക്ട്സ് ഉണ്ട് കേട്ടോ, സിറ്റീസ് ഉണ്ട് കേട്ടോ. ബാംഗ്ലൂരു, തിരുവനന്തപുരം, ജാഡുഗോഡ, ആലുവ, കേരള. അപ്പൊ ഇതിൽ പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ISROയുടെ HQ എന്ന് പറയുന്നത്, ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ISROയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഒരിക്കലും തിരുവനന്തപുരം അല്ല, അത് ബംഗളൂരു ആണ്. ഓക്കെ, സോ B1 ആണ്. അപ്പൊ B1 കിട്ടിയാൽ തന്നെ ഇവിടെ ആൻസർ ആയി. ISRO ഇന്ത്യയിൽ അത്രയും പ്രൊമിനന്റ് ആയിട്ടുള്ള വേൾഡ് കൺട്രീസിനിടയിൽ പോലും ഇന്ത്യക്ക് 1ഉം 2ഉം സ്ഥാനങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഈ സ്പേസ് റിസർച്ചിന്റെ കാര്യത്തിൽ നേടിത്തരുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ISRO എന്തായാലും നിങ്ങൾ നോക്കിയാൽ മതിയാവും. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ എങ്ങനെ പോയാലും നിങ്ങൾ കവർ ചെയ്യേണ്ടുന്ന ഒരു ടോപ്പിക് ആണ് ISRO. സോ ഇവിടെ B1 കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ വേറൊന്നും നോക്കാനില്ല, കാരണം ഇത് B3 ആണ്, B4 ആണ്. ISRO എന്ന് പറയുന്നത് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബംഗളൂരു ആണ്. ഇനി വിക്രം സാരാഭായ് സ്പേസ് സെന്റർ നോക്കുക, എവിടെയാണ്? തിരുവനന്തപുരം ആണ്. C2 ആണ്, കറക്റ്റ് ആണ്. ഇനി D1 യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എവിടെയാണ് വരിക? D3 ആണ് കേട്ടോ, D3 ആണ്. D3 എന്ന് പറയുമ്പോൾ യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ജാഡുഗോഡ. അതുപോലെ A4 വരുന്നുണ്ട്, ഇന്ത്യൻ റെയർ എർത്ത്സ് ലിമിറ്റഡ്, കേരളത്തിലെ ആലുവയിലാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. സോ ഇവിടെ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അക്കോർഡിംഗ് ടു ദ സെലിബ്രേറ്റിംഗ് മന്ത്സ് അറേഞ്ച് ദി ഫോളോയിങ് ഫെസ്റ്റിവൽസ് ഇൻ അസെൻഡിങ് ഓർഡർ ഇൻ കലണ്ടർ. അപ്പൊ ഇത് നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട് ഈ ചോദ്യം. ഇത് ഈ ഇവന്റ്സ് നടക്കുന്ന അനുസരിച്ച്, അല്ലെ ഈ ഫെസ്റ്റിവൽസിന്റെ ടൈം ഏത് മന്തിലാണ് നടക്കുന്നതെന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് അസെൻഡിങ് ഓർഡറിൽ, അതായത് ജാൻ തൊട്ട് ഡിസംബർ വരെയുള്ള ഓർഡറിൽ തന്നെ അടുക്കാനാണ്. കറക്റ്റ് ആയിട്ട് അടുക്കിയിരിക്കുന്ന ഏത് ഓപ്ഷൻ ആണെന്നുള്ളതാണ് ചോദ്യം. ഇതിൽ ബിഹു ഉണ്ട്, പൊങ്കലുണ്ട്, ഹോളി ഉണ്ട്, ക്രിസ്മസ് ഉണ്ട്, ഓണമുണ്ട്. സോ ഇത് എളുപ്പമാക്കുന്നതിന് ഏറ്റവും വേറെ ഒന്നും അറിയില്ലെങ്കിൽ മലയാളിക്ക് എന്താ അറിയാം? 2 ഉത്സവങ്ങൾ അറിയാം അല്ലെ, ഏതൊക്കെ? ഓണവും ക്രിസ്മസും. ഓണം ഒന്നാമതല്ല നമുക്ക് ഉറപ്പിക്കാം, കാരണം ഓണം പൊതുവെ ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ ആയിട്ടാണ് നടക്കുക. അതിനു മുന്നേ ഹോളി നടക്കുന്ന കാര്യം നിങ്ങൾ എല്ലാവരും ഓർത്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിസംബറിൽ നടക്കുന്ന ക്രിസ്മസ് ആയിരിക്കും ലാസ്റ്റ് വരിക അല്ലെ, കാരണം ഡിസംബർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അടുത്ത ആഘോഷം വരുന്നത് ന്യൂ ഇയർ ആണ്. അത് പക്ഷേ January 1 അല്ലെങ്കിൽ 31st നൈറ്റ് എന്നൊക്കെ വേണേൽ പറയാം. ഒഫീഷ്യലി അപ്പൊ ക്രിസ്മസ് ആണ് ലാസ്റ്റ്. ക്രിസ്മസ് D. ഈ ലാസ്റ്റ് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 3 ഒഴിവാക്കാം അല്ലെ. D ആണ് വരുന്നത്. ഇനി Bയും Eയും വരുന്നുണ്ട്. സോ ഞാൻ ഓണത്തിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞു. ഓണം എന്താണ്? സെപ്റ്റംബറിൽ നടക്കുന്ന ഒരു ആഘോഷമാണ്.
അപ്പൊ അതിനു മുമ്പ് എന്തായാലും ഹോളി എല്ലാം നടക്കുന്നുണ്ട് താനും. സോ ഈ ഒരിക്കലും ഫസ്റ്റ് വരുന്നുമില്ല. സോ 4th ഓപ്ഷൻ അതും തെറ്റാണ്. ഇനി കറക്റ്റ് ഓർഡർ നോക്കാം. ഇവിടെ ബാക്കിയുള്ള BCAED എന്നുള്ളതാണ്. ബി പൊങ്കൽ ജനുവരി നടക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ്, മൾട്ടിപ്പിൾ ഡേയ്സ് ഉള്ള ഒരു ഫെസ്റ്റിവൽ ആണ്. ഇനി സി എന്ന് പറയുന്നത് ഹോളി മാർച്ചിലാണ് ഉണ്ടാവാറ്. ഇനി എ എന്ന് പറയുന്ന ബിഹു എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷുവിന്റെ തന്നെ ഒരു പതിപ്പാണെന്ന് വേണേൽ പറയാം. April 14 എല്ലാം തന്നെയാണ് അതും ആഘോഷിച്ചു വരുന്നത്. അങ്ങനെ BCA, അത് കഴിഞ്ഞ് ഓണം സെപ്റ്റംബറിൽ, അത് കഴിഞ്ഞ് ക്രിസ്മസ്. ഹെൻസ് ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താലും നിങ്ങൾക്ക് നിങ്ങളുടെ 5 മാർക്ക് ഇങ്ങനെ നേടാൻ സാധിക്കും. അപ്പോൾ ഫെസ്റ്റിവൽസും അറിഞ്ഞിരിക്കുക, വ്യത്യസ്ത സ്റ്റേറ്റ്സിലെ ഫെസ്റ്റിവൽസും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺട്രി ഷെയർസ് ദി ഷോർട്ടസ്റ്റ് ബോർഡർ വിത്ത് ഇന്ത്യ? അപ്പൊ ഈ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ബോർഡർ ഏത് കൺട്രിയുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ചോദ്യം. ഭൂട്ടാൻ ആണോ, മ്യാൻമർ ആണോ, നേപ്പാൾ ആണോ, പാകിസ്ഥാൻ ആണോ എന്നാണ് ഇവിടെ. അല്ലാതെ 4 ഇവിടുത്തെ ഓപ്ഷൻസ്. ആക്ച്വലി ഇതിന്റെ ആൻസർ എന്താണ്? അഫ്ഗാനിസ്ഥാൻ ആണ്. ഇപ്പൊ ഇതൊരു റൈറ്റിംഗ് ടെസ്റ്റ് ആണ്, MCQ അല്ലാന്നുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ആണ് വരിക. 106 കിലോമീറ്റർ ബോർഡർ മാത്രമേ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യ പങ്കുവെക്കുന്നുള്ളൂ. ഇനി സെക്കൻഡ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇവിടുത്തെ ആൻസർ. 699 കിലോമീറ്റർ ആണ് ആ ബോർഡർ വരുന്നത്. അത് ഏത് രാജ്യവുമായിട്ടാണ്? ഓപ്ഷൻ എ, ഭൂട്ടാനുമായിട്ടാണ്. ഹെൻസ് ഭൂട്ടാൻ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്തത് ബേസിക് സയൻസ് എന്നുള്ളൊരു ചോദ്യമാണ്. ഇതെന്താണ്? ഇത് ഇന്ത്യൻ ജോഗ്രഫി ആണ് കേട്ടോ. അപ്പൊ ഇതെല്ലാ വട്ടം ഇന്ത്യൻ ജോഗ്രഫി എന്ന് എന്തായാലും ഒരു ചോദ്യം പ്രതീക്ഷിച്ചോളൂ, എന്തെങ്കിലുമൊക്കെ അവർ ചോദിക്കും. ഇനി ഇത് ബേസിക് സയൻസ് എത്തി, അല്ലെങ്കിൽ SI യൂണിറ്റ്സ് എന്ന് പറയാം ബേസിക് സയൻസ് തന്നെ. 1 kWh അല്ലെ 1 kWh ഈസ് ഈക്വൽ ടു എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് കൃത്യമായി പഠിച്ചാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുകയുള്ളൂ. ഇത് അത്യാവശ്യം ഒരു മീഡിയം പഠിച്ചവരെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഹ്യൂമാനിറ്റീസ് അതുപോലെ തന്നെ കൊമേഴ്സ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അത്ര എളുപ്പമായിക്കോണമെന്നില്ല. സോ ഇവിടെ 1 kWh എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.6 × 10⁴ ജൂൾ ആണോ, 3.6 × 10⁷ ജൂൾ ആണോ, 3.6 × 10⁵ ജൂൾ ആണോ, 3.6 × 10⁶ ജൂൾ ആണോ? And the right answer is option 4, 3.6 × 10⁶ ജൂൾ. അപ്പൊ യൂണിറ്റ്സ് ഒക്കെ തന്നെ അറിഞ്ഞിരുന്നാൽ അവിടെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. അടുത്ത ചോദ്യം, ഡാഷ് ആൻ ഇന്ത്യൻ പേട്രിയറ്റ് ഫ്രം പഞ്ചാബ് ഷോട്ട് ഡൗൺ ജനറൽ റെജിനാൾഡ് ഡയർ ഇൻ ലണ്ടൻ. ഇത് ചോദ്യം ആക്ച്വലി ശരിയാണോ ചോദിച്ചു കഴിഞ്ഞാൽ പലരും ഈ സിനിമ എല്ലാം തന്നെ കണ്ടിട്ടുണ്ടാവും അല്ലെ. വായിച്ചവർക്കെല്ലാം ഓപ്ഷൻസ് നോക്കാം. സർദാർ ഭഗത് സിംഗ്, ഷാ നവാസ്, സർദാർ ഉദ്ധം സിംഗ്, സോഹൻ സിംഗ്. ഇതിന്റെ ഒരു സീരീസ് അല്ല, സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ ഈ അടുത്ത്. അപ്പൊ ഇതിൽ പക്ഷേ ഫാക്ച്വൽ എറർ ഉണ്ട്. ജാലിയൻവാല ബാഗിൽ വെടിവെക്കാൻ അല്ലെ വെടിവെപ്പിന് ഓർഡർ കൊടുത്തത് ശരിയാണ്, ജനറൽ റെജിനാൾഡ് ഡയർ ആണ്. അപ്പൊ ഇദ്ദേഹം മരിച്ചു. ഇദ്ദേഹത്തിന്റെ കീഴിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വേറൊരു ഡ്വയർ ഉണ്ടായിരുന്നു. ഓക്കെ, മൈക്കൽ O. ഡ്വയർ. ഇദ്ദേഹത്തെയാണ് 1940 ആര് വെടിവെക്കുന്നത്, വെടിവെച്ച് കൊല്ലുകയാണ് ഈ ചെയ്ത ജാലിയൻവാല ബാഗിലെ. ഇദ്ദേഹം പഞ്ചാബ് സ്വദേശിയാണ്. അങ്ങനെ ഇദ്ദേഹം ഈ ഒരു ബുദ്ധിമുട്ട് സഹിക്കാൻ വയ്യാതെ ഇദ്ദേഹം ആഫ്രിക്ക പണിയെടുക്കാൻ പോകുന്നുണ്ട്. അവിടുന്ന് US എത്തുന്നുണ്ട്, തിരിച്ചെത്തി ജയിലിലാവുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം UK പോയി. UK നിന്നാണ് ഈ മൈക്കൽ ഡ്വയറിനെ അദ്ദേഹം കൊല്ലുന്നത്. സോ അദ്ദേഹത്തിന്റെ പേര് സർദാർ ഉദ്ധം സിംഗ് ആണ്. ഓപ്ഷൻ 3 ആണ്. ഭഗത് സിംഗിന്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. ഭഗത് സിംഗ് എല്ലാം തന്നെ ആഹ്വാനം ചെയ്തിട്ടാണ്, വിളിച്ചിട്ടാണ് ഇദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത്. പക്ഷെ പിന്നീട് ജയിലിലാവുകയും വന്നപാടെ ജയിലിലാവുകയും ഈ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ആയതുകൊണ്ട് ജയിലിലാവുകയും പിന്നീട് പുറത്തിറങ്ങി ഈ ഒരു പ്രതികാര മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അത് കിട്ടുന്നതിനായിട്ടും പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ സിനിമയെല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അടുത്ത ചോദ്യം, ഹു വാസ് ദ ഫസ്റ്റ് ഫീമെയിൽ ചീഫ് മിനിസ്റ്റർ ഇൻ ഇന്ത്യ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ ഒരു ചെറിയ ക്ലാസ്സിലെ GK പോലും നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ പോലും കേരളം നോക്കുകയാണെങ്കിൽ കേരളത്തിന് ഒരിക്കലും കോൺഗ്രസും അതുപോലെ തന്നെ ബാക്കി പാർട്ടികളും മാറി മാറി ഭരിച്ചിട്ടുണ്ട്. CPM ഭരിച്ചിട്ടുണ്ട്, അതുപോലെ പല സഖ്യങ്ങളും ഭരിച്ചിട്ടുണ്ട്. കേരളത്തിന് ഇതുവരെ ഒരു വനിതാ CM ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അതേ സ്ഥാനത്ത് 1960s ടു ബി എക്സാക്ട് 1964 to 1967 ഇവിടെ ഒരു വനിതാ മുഖ്യമന്ത്രി അങ്ങ് UP ഉത്തർപ്രദേശിൽ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകയായിരുന്നു. ആൻഡ് ഹർ നെയിം ഈസ്, അവരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സംസ്ഥാനത്തിന്റെ ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ വനിതാ ചീഫ് മിനിസ്റ്റർ. ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ അല്ല, ആദ്യ വനിതാ ചീഫ് മിനിസ്റ്റർ. ആൻഡ് ഹർ നെയിം ഈസ് സുചേത കൃപലാനി. അത് കഴിഞ്ഞ് കുറച്ചു കാലം കൂടി അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. അതിനുശേഷം നാച്ചുറൽ ഡെത്ത് തന്നെയായിരുന്നു. എങ്ങനെയാണെങ്കിലും ഒരു ലെജൻഡ് ഫോർ എ റീസൺ അല്ലേ. എല്ലാത്തിനും ഒരു ഫസ്റ്റ് ഉണ്ട്. സോ ഷി വാസ് ദ ഫസ്റ്റ് ഫീമെയിൽ ചീഫ് മിനിസ്റ്റർ ഇൻ ഇന്ത്യ.
അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ. സെഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഈ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് സമയാസമയം ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്ഡേറ്റ്സ് ഒക്കെ ഒരുപാട് വരാനുണ്ടാവും. അത് CUET UG എല്ലാം ആകുമ്പോഴേക്ക് അപ്ഡേറ്റ്സ് എന്തായാലും വരും. അപ്ഡേറ്റ്സ് ഒക്കെ സമയാസമയം ലഭിക്കുന്നതിനായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഒരുപാട് അപ്ഡേറ്റ്സ് ഉള്ള ഒരു പരീക്ഷയാണ് CUET UG എന്നുള്ളത്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിപ്പറേഷൻ സംബന്ധിച്ചുള്ള എല്ലാ സംശയങ്ങൾക്കും അക്കാഡമിക് കൗൺസിലറുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. വിളിക്കുക, സംസാരിക്കുക. അല്ലെങ്കിൽ പ്രൊപ്പോയ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കിയാലും മതിയാവും. പ്രൊപ്പോയ്സിന്റെ സൈറ്റ് prepwise.i എന്നുള്ള സൈറ്റിൽ കയറി നോക്കുക. ഒരുപാട് ഫ്രീ റിസോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം കയറി നോക്കുക. അത് പരമാവധി ഉപയോഗിക്കുക. ഇനി എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലേഴ്സിനോടും നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. പീസ് ഔട്ട്.